ഇന്നലെ ഹസ്ബൻഡ് കുപ്പി വാങ്ങിയതിന് പകരമായിട്ട് എനിക്ക് മേടിച്ച് തന്നാട്ടോ ഈ നൈറ്റി തുണി. ഇത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും വേണമെന്ന് പറഞ്ഞാലും പുള്ളി കുപ്പി വാങ്ങാതിരിക്കുകയില്ല. എന്നാൽ പിന്നെ നമ്മളെന്തിനാ ഇത് നഷ്ടപ്പെടുത്തുന്നത്? കുടിക്കരുതെന്ന് ഞാൻ എത്ര പറഞ്ഞാലും പുള്ളി കേൾക്കില്ല കേട്ടോ. ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ പുള്ളി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഈ കാണുന്ന ആൾ ഇപ്പം ചിരിച്ചോണ്ടാണ് നിൽക്കുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും വയലൻ്റ് ആകും. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീടില്ല, സ്ഥലമില്ല, നമ്മൾ വാടകയ്ക്കാണ് ജീവിക്കുന്നത്, നമുക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്, അവരെ വളർത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പുള്ളി ഇതൊന്നും കേൾക്കുന്നേയില്ല. പുള്ളിക്ക് കുടിക്കാൻ തോന്നുമ്പോൾ പുള്ളിക്ക് കുടിക്കണം. എൻ്റെ 2 കുഞ്ഞു പിള്ളേർ ഇതൊക്കെ കണ്ടാണല്ലോ വളരുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. വേണമെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാട് നോക്കി പോകാം. പക്ഷേ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഒരാളുടെ കൂടെ കൂടിയിട്ട് പുള്ളീനെ നമ്മൾ നന്നാക്കാനെങ്കിലും നോക്കണ്ടേ. കുടി നിർത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, മരുന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ട്, എന്നിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പുള്ളി തന്നെ മനസ്സ് വെച്ചാൽ കുടി നിർത്താവുന്ന കാര്യമുള്ളൂ. എന്നെ കെട്ടിയെന്ന് വെച്ച് കുടിയും വലിയില്ലാതെ എന്നെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും പുള്ളിക്കില്ല എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് തിരിച്ചു പറഞ്ഞത്. ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയണ്ടേ? നമുക്ക് സ്വന്തമായിട്ട് ജോലിയും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കാനല്ലാതെ ഒരു നിവൃത്തിയില്ല. കുഞ്ഞിപ്പെണ്ണുണ്ടാവുന്നത് വരെ ഞാൻ വീട്ടിലിരുന്ന് അത്യാവശ്യം അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുത്തോണ്ടൊക്കെ ഇരുന്നതാട്ടോ. അത് കഴിഞ്ഞപ്പോൾ അത് നിർത്തി. പിന്നെ വീട് മാറിയപ്പം അങ്ങനെ തയ്യലൊന്നും കിട്ടാതെയായി. ഈ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് തയ്യൽക്കാരുണ്ടെന്നാട്ടോ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് തയ്യൽ കിട്ടാൻ നല്ല പാടാണ്. ഇനി ഓൺലൈനായിട്ടൊക്കെ എന്തെങ്കിലും നോക്കണം എന്നൊക്കെ ഓർത്താണ് ഞാൻ ഇരിക്കുന്നത്. എങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളും കൂടി ശ്രമിച്ച് നോക്കണ്ടേ. ആദ്യം കാണിച്ച നൈറ്റി തുണി വെച്ചിട്ട് നാളെ ഞാൻ എന്തെങ്കിലും തയ്ച്ച് വീഡിയോ ഇടാവേ. ഈ വീഡിയോ വെറുതെ ഒരു കണ്ടന്റ് ഒന്നും അല്ല കേട്ടോ, ഇതെൻ്റെ ജീവിതമാണ്.